ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ലെവലുകൾക്കൊക്കെ മുകളിലായിരുന്നു ക്ലോസ് ചെയ്തത്. നല്ലൊരു റാലി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടു. 2 ദിവസം മുമ്പുണ്ടായിരുന്ന ആ ഒരു ക്രാഷിൽ നിന്നും നമ്മൾ പതുക്കെ റിക്കവർ ചെയ്തു. ആ ക്രാഷ് ചെയ്ത പോയിൻ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിക്കവർ ചെയ്തു എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് ഇന്ന് മാർക്കറ്റിൽ നിന്ന് വരുന്നത്. അപ്പം നാളെ ഈ ആഴ്ചയിലെ അവസാനത്തെ ട്രേഡിംഗ് ഡേ ആണ്. വെള്ളിയാഴ്ച ക്രിസ്മസിനോടനുബന്ധിച്ച് ഇന്ത്യൻ ഓഹരി വിപണി അവധിയാണ്. നാളെ വീക്കിലി എക്സ്പയറി, അതുപോലെ തന്നെ അവസാനത്തെ ട്രേഡിംഗ് ദിവസം, 3 ദിവസത്തെ മാർക്കറ്റ് അവധി. ഇതൊക്കെ കൊണ്ട് നമുക്ക് മാർക്കറ്റിനെ ഒന്ന് വിശദമായിട്ട് അനലൈസ് ചെയ്യാനുണ്ട്. ഇന്ന് മാർക്കറ്റിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇനി വരാൻ പോകുന്ന ട്രിഗറുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. അതിനു മുമ്പോടെയായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പറയാനും പഠിക്കാനും താല്പര്യമുള്ളവരുമായിട്ട് സംബന്ധിച്ചിട്ട് ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആവശ്യമുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് നിഫ്റ്റി ഏകദേശം 134 പോയിൻ്റ് ഉയർന്ന് 13,601 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 437 പോയിൻ്റ് ഉയർന്ന് 44,444 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് നോക്കിക്കഴിഞ്ഞാൽ 257 പോയിൻ്റ് ഉയർന്ന് 29,883 ക്ലോസിംഗ്. നമ്മൾ ഇന്നലെ പറഞ്ഞിരിക്കുന്ന ലെവല് 13,550 ടു 13,600 നമുക്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നിഫ്റ്റി 13,500-നും 600-നും 550-നും 200-നും ഇടയിൽ കുറേ സമയം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് പെട്ടെന്നൊരു ബ്രേക്കപ്പ് കിട്ടിയത്. അതിനുശേഷം നിഫ്റ്റി ഇന്ന് 13,619 വരെ പോയി. കറക്റ്റായിട്ടുള്ള ക്ലോസിംഗ് 13,600-ന് മുകളിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നുള്ള നെക്സ്റ്റ് ലെഗ്, അതായത് നമുക്ക് ഇവിടുന്ന് ഇന്ന് കാണുന്ന ഡെറിവേറ്റീവ് ഡാറ്റ നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് നോക്കിക്കഴിഞ്ഞാലും എല്ലാം കംഫർട്ടബിളാണ്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ട്രിഗറുകളെ സംബന്ധിച്ചിട്ട് ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരു അപ്സൈഡിനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. 13,700, 750 വരെയുള്ള ഒരു റാലി നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ നമുക്ക് ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് എങ്ങനെയാണെന്നും കൂടി വളരെ കൃത്യമായിട്ട് നോക്കേണ്ടതുണ്ട്. യു എസ് സെനറ്റ് ഏകദേശം നമ്മുടെ സ്റ്റിമുലസ് പാക്കേജ് പാസ്സാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അതിന് വിഘാതമായിട്ട് ഇപ്പോൾ യു എസിലെ ട്രംപ് ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഈ ഒരു സ്റ്റിമുലസ് പാക്കേജ് കൊണ്ട് വലിയ കാര്യങ്ങൾ യു എസിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല. കക്ഷി ഇതുവരെ ഓഫീസ് ഏറ്റെടുത്തിട്ടില്ല, ഓഫീസ് വിട്ടുപോയിട്ടില്ല. കാരണം ജനുവരിയിൽ മാത്രമേ ജോൺ ബൈഡൻ പ്രസിഡൻ്റായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അത് സമയം വരെ ട്രംപ് തന്നെയാണ് ഇപ്പോഴും പ്രസിഡൻ്റായിട്ട് തുടരുന്നതെന്ന് പറയാം നമുക്ക്. അപ്പോൾ അദ്ദേഹമാണ് അതിനെതിരെ മൂവ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റിമുലസ് തീരെ പോരാ, $1,200 മില്യൻ്റെയെങ്കിലും ഡോളേഴ്സിൻ്റെയെങ്കിലും സ്റ്റിമുലസ് പാക്കേജാണ് വേണ്ടതെന്നുള്ള അഭിപ്രായമാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇത് വരുന്ന ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഈ സ്റ്റിമുലസിനെ ബാധിക്കുമോ എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നോക്കുന്നത്. ഈ ഒരു ട്വീറ്റിന് ശേഷം അമേരിക്കൻ ഓഹരി വിപണി അല്ലെങ്കിൽ ഡോ ജോൺസ് ഫ്യൂച്ചറിൽ ഒരു ചെറിയ കറക്ഷൻസ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഇത് ചർച്ചയായി പെട്ടേക്കാം. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ലണ്ടൻ മാർക്കറ്റ് 2 പോയിൻ്റ് ഉയർച്ചയിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. പാരീസ് മാർക്കറ്റ് 42 പോയിൻറ്റും അതുപോലെ തന്നെ ജർമ്മൻ മാർക്കറ്റ് 121 പോയിൻറ്റും അപ്സൈഡോട് കൂടിയാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. അപ്പം വാക്സിനുകളെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ജർമ്മനിയിൽ നിന്ന് വരുന്ന വാർത്ത, കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് ഏകദേശം 900-ഓളം ആൾക്കാർ മരണപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് ഇൻ്റർനാഷണൽ മീഡിയകൾ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വരുന്ന ദിവസങ്ങളിൽ യൂറോപ്പിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ വരികയാണെങ്കിൽ വീണ്ടും മാർക്കറ്റിൽ ഒരു കറക്ഷനുള്ള സാധ്യത നമുക്ക് കാണേണ്ടി വരും. പ്രത്യേകിച്ചും ക്രിസ്മസ് ആഘോഷങ്ങളും പുതുവത്സര ആഘോഷങ്ങളും പരിപാടികളൊക്കെ യൂറോപ്പിൽ നിലച്ചിരിക്കുകയാണ്. ലണ്ടൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോക്ക്ഡൗൺ തുടരുകയാണ്. ഇതൊക്കെ കാണിക്കുന്നത് നമ്മൾ വീണ്ടും ഒരു കോഷ്യസായി ഇരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പറയാനുള്ളത്, നാളെ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിന് അവധി കഴിഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച മാത്രമേ നമുക്ക് ഇനി ഓഹരി വിപണിയുള്ളൂ. അപ്പോൾ ഈ 3 ദിവസം പൊസിഷൻസ് ഓവർനൈറ്റ് ക്യാരി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. 3 ദിവസത്തെ വാർത്തകൾ എന്തൊക്കെയാണ്, ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് എങ്ങനെയാണ് വരാൻ പോകുന്നത്, മറിയാൻ പോകുന്നത് നമുക്കറിയില്ല. അപ്പോൾ നാളെ ക്ലോസിംഗ് ചെയ്യുന്ന സമയത്ത് മാക്സിമം പൊസിഷൻസ് ലൈറ്റ് ചെയ്തിട്ട് മാത്രം ക്യാരി ചെയ്യുക. അല്ല എങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ടുള്ള റിസ്ക് എടുക്കാൻ അല്ലെങ്കിൽ എത്രമാത്രം റിസ്ക് സഹിക്കാൻ കഴിയുമെന്നനുസരിച്ചിട്ടുള്ള പൊസിഷൻസ് മാത്രം ക്യാരി ചെയ്യുന്നതായിരിക്കും ഇന്ത്യൻ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ടും ഉള്ള പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇന്നത്തെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇന്നലെ നമ്മൾ പറഞ്ഞ അല്ലെങ്കിൽ 2-3 ദിവസമായിട്ട് നമ്മൾ പറയുന്ന സെക്ടറുകൾ തന്നെയാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് IT ആണ്, അതുപോലെ തന്നെ ഒന്ന് ഫാർമയാണ്, FMCG ആണ്. ഇതിൽ IT, ഫാർമ നല്ല രീതിയിൽ ഇന്ന് കണ്ടു. ഇന്നലെ നമ്മൾ സംസാരിച്ച ഓഹരികളായിട്ടുള്ള സിപ്ല,
റിലയൻസ് അന്ന് അത്രമാത്രം പെർഫോം ചെയ്തിട്ടില്ല എങ്കിലും 925 എന്ന ലെവലിൽ നിന്നും 951 എന്ന ലെവൽ വരെ റിലയൻസ് പോവുകയുണ്ടായി. സിപ്ല ഏകദേശം അതിൻ്റെ ഓൾ ടൈം ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബിർള സോഫ്റ്റ് പോലുള്ള കമ്പനികൾ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട നമ്മൾ സംസാരിച്ച കമ്പനികളിലൊക്കെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വരികയുണ്ടായി. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇന്നലെ കണ്ട ചെറിയ ഒരു ബൈയിങ് മയപ്പെടുത്തലിന് ശേഷം വീണ്ടും FII ശക്തമായിട്ട് ബൈയിങ് ഇൻട്രസ്റ്റ് തുടരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രധാനപ്പെട്ടതും ഇന്ന് ലൈം ലൈറ്റിൽ വന്നിരുന്നത് മിഡ് ക്യാപ്പ് IT സ്റ്റോക്കുകളാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബിർള സോഫ്റ്റിൻ്റെ ബൈയിങ് ഇൻട്രസ്റ്റിനെ പറ്റിയും കാര്യങ്ങളൊക്കെ. ഇന്ന് NIITയുടെ ബൈബാക്കിൻ്റെ ബോർഡ് മീറ്റിംഗ് നാളെ നടക്കാനിരിക്കുന്ന അവസരത്തിൽ ഇന്ന് അതിൻ്റെ പ്രധാന ഒരു റിവ്യൂ നടക്കുകയുണ്ടായി. അതിൽ പറയുന്ന കാര്യം NIIT ടെക്കിൻ്റെ ബൈയിങ് അല്ലെങ്കിൽ ബൈബാക്ക് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ, ബോർഡ് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ ആ ബൈയിങ് പ്രൈസ് ഏകദേശം 220-നും 240-നും ഇടയിലായിരിക്കും മിക്കവാറും വരാനുള്ള ചാൻസ് എന്നുള്ളതാണ്. കാരണം 2019 ഈ കമ്പനി ബൈബാക്കുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്നും 40% പ്രീമിയത്തിലാണ് ബൈയിങ് പ്രൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 20% പ്രീമിയത്തിലാണ് ഈ അടുത്ത വന്ന 2 ബൈബാക്കുകളും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയത്. TCS ആയാലും അതുപോലെ തന്നെ വിപ്രോ ആയിക്കഴിഞ്ഞാലും 20% അടുപ്പിച്ച് പ്രീമിയത്തിലാണ് ബൈബാക്ക് വന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന NIITയുടെ ബൈബാക്കിനുള്ള ചാൻസ് ഏകദേശം ഒരു 220-നും 240-നും ഇടയിലുള്ള ഒരു പ്രൈസിലായിരിക്കും എന്നാണ് കാണുന്നത്. കമ്പനിയുടെ ക്യാഷ് നോക്കുകയാണെങ്കിൽ 434 കോടി രൂപയുടെ ക്യാഷാണ് കമ്പനിയുടെ കയ്യിലുള്ളത്. ഏകദേശം 200 മുതൽ 250 വരെ കോടി രൂപയാണ് ഈ ബൈബാക്കിനായിട്ട് കമ്പനി വകയിരുത്താനുള്ള ചാൻസസ് കാണുന്നത്. അതുപോലെ തന്നെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് മജസ്കോയുടെ ഡിവിഡൻഡ്. മജസ്കോ ഇന്നലെ വരെ 950 മുകളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനം ഇന്ന് വെറും 12 രൂപയായി മാറി. ആൾക്കാർ പലരും അതിൽ പൊസിഷൻ എടുത്തു. വലിയ ഡിവിഡൻഡ് അനൗൺസ്മെൻറ്റിന് ശേഷം ഒരുപാട് നമ്മളെ ശ്രവിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് അതിൽ പൊസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് വെറും 12 രൂപയ്ക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നതിൽ വളരെ അത്ഭുതം പ്രകടിപ്പിച്ചുകൊണ്ട് കുറേ മെസ്സേജുകൾ കണ്ടു. അത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഡിവിഡൻഡ് കിട്ടുന്നതായിരിക്കും. ആ ഡിവിഡൻഡ് കഴിഞ്ഞിട്ടുള്ള പൈസയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമ്പനി ഞാൻ പറഞ്ഞതുപോലെ കംപ്ലീറ്റ് ഓപ്പറേഷൻ നിർത്തി എന്നുള്ളതാണ്. ഇനി റിസൾട്ടുകളോ മറ്റുകളോ ഒന്നും വരാനില്ല കമ്പനിയെ സംബന്ധിച്ചിട്ട്. ഇനി കമ്പനിയുടെ ബുക്കിൽ ആകെയുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് 103 കോടി രൂപയുടെ ക്യാഷും അതുപോലെ തന്നെ ഒരു 500 കോടി ഏകദേശം വിലമതിക്കുന്ന നവി മുംബൈയിലുള്ള ഒരു ബിൽഡിങ്ങുമാണ്. അതായത് 603 കോടി രൂപയുടെ അസറ്റ് മാത്രമാണ് ഇനി കമ്പനിയുടേതായിട്ടുള്ളത്. ഇതുകൂടി 1-2 വർഷത്തിനുള്ളിൽ കമ്പനി റിയലൈസ് ചെയ്ത് ആ പൈസയും കൂടി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും എന്നാണ് മാനേജ്മെൻറ്റ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പേടിക്കാനൊന്നുമില്ല. ആ ഇനിയിരുന്ന വീണ്ടും അതിലേക്ക് സ്പെക്കുലേഷൻ്റെ ഭാഗമായിട്ട് എടുത്ത് കയറാതിരിക്കുക. നിങ്ങൾക്ക് ഡിവിഡൻഡ് കിട്ടി, ഈ സ്റ്റോക്കുകളും ഇപ്പോൾ വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എക്സിറ്റ് ആവാവുന്നതാണ്. ഇനി ഈ ഒരു സ്റ്റോക്കിൽ അല്ലെങ്കിൽ ഈ ഒരു ബിൽഡിംഗ് വിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റു ന്യൂസുകൾ എന്തെങ്കിലും വരുന്ന സമയത്തായിരിക്കാം ഇതിൻ്റെ ഒരു സ്പെക്കുലേറ്റീവ് മൂവ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അല്ലാതെ ഡിവിഡൻഡ് കിട്ടി അതിൻ്റെ കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എക്സിറ്റ് ആവുന്നതാണ്. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ മഹാരാഷ്ട്രയിലെ നൈറ്റ് കർഫ്യൂവിനെ സംബന്ധിച്ചിട്ട് പറയുകയുണ്ടായി. രാത്രി 11 മുതൽ രാവിലെ 6 വരെയുള്ള കർഫ്യൂ ടൈം ഇന്നത് കർണാടകയിലേക്കും വന്നിരിക്കുന്നു. കർണാടക ഗവൺമെൻറ്റും രാത്രി നൈറ്റ് കർഫ്യൂ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ ഉദ്ധവ് താക്കറെ, അതായത് മഹാരാഷ്ട്ര ചീഫ് മിനിസ്റ്ററെ കാണാൻ തീരുമാനിച്ചു. കാരണം ഈ ഒരു നൈറ്റ് കർഫ്യൂ കൊണ്ട് ഏകദേശം നല്ലൊരു രീതിയിലുള്ള ഇഫക്റ്റ് ഈ ഒരു സെക്ടറിനുണ്ടാകും എന്നുള്ള രീതിയിൽ തന്നെയാണ് വാർത്തകൾ പ്രചരിച്ചത്. അതുകൊണ്ട് തന്നെ അതിലൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിലൊരു കൺസെഷൻ എക്സ്പെക്ട് ചെയ്തത് കൊണ്ടോ ആണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് കമ്പനികൾ അല്ലെങ്കിൽ അവരുടെ മാനേജേഴ്സ്, അവരുടെ അധികാരികൾ ഉദ്ധവ് താക്കറെ അതായത് ചീഫ് മിനിസ്റ്ററെ കണ്ട് സംസാരിക്കാൻ പോകുന്നത്. അതുപോലെ ഇന്ന് ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബ്രീഫിംഗ് ഏകദേശം വൈകുന്നേരത്തോടു കൂടി പ്രസ് റിലീസ് ഉണ്ടാകും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ബഡ്ജറ്റ് ചർച്ചകൾ കഴിഞ്ഞ ഈ ഒരു അവസരത്തിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട നീക്കുപോക്കുകൾ ഇന്ന് നമ്മൾ കണ്ടതാണ്. റിന്യൂവബിൾ എനർജി സെക്ടറിൽ വളരെയേറെ ഫോക്കസ് വരുന്നു. റിന്യൂവബിൾ എനർജി സെക്ടറിൽ ബഡ്ജറ്റിൽ പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണന ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അതിപ്പോൾ വിൻഡ് എനർജി ആയിക്കോട്ടെ, സോളാർ ആയിക്കോട്ടെ, അങ്ങനെ ഏതു തരത്തിലും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ബഡ്ജറ്റിൽ വലിയ ഒരു നീക്കുപോക്കുകൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ഡൽഹിയിൽ ഗ്യാസ് ഉപയോഗിക്കണം അല്ലെങ്കിൽ IGL പോലുള്ള കമ്പനികളുടെ നേട്ടത്തെപ്പറ്റി പറയുകയുണ്ടായി. ഇന്ന് വീണ്ടും വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള വാർത്തകൾ തന്നെയാണ്. കൂടുതൽ റിന്യൂവബിൾ എനർജിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഗ്യാസ് പോലുള്ള എനർജികൾ ഉപയോഗിക്കണം എന്നുള്ളത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് വരുന്ന ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള കമ്പനികളിൽ ബൈയിങ് ഇൻട്രസ്റ്റ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്.
അതുപോലെ തന്നെ ടെസ്റ്റിംഗ്, അതായത് ഡിറ്റക്ഷൻ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ തെലങ്കാന ഗവൺമെൻറ് അതിൻ്റെ ടെസ്റ്റിംഗ് പൈസ നിശ്ചയിച്ചിരിക്കുന്നു. 500 രൂപയാണ് അവർ ടെസ്റ്റിംഗ് ക്യാപ്പായിട്ട് വച്ചിരിക്കുന്നത്. ഇത് ടെസ്റ്റിംഗ് പ്രധാനമായിട്ടും നടത്തുന്ന കമ്പനികളുടെ സ്റ്റോക്കുകളിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ വീടുകളിൽ വന്ന് ടെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ 750 രൂപയാണ് മാക്സിമം ഈടാക്കാവുന്ന പൈസ എന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 5.5 ലക്ഷം, അതായത് 5.5 ലക്ഷത്തോളം ഷെയറുകളാണ് പ്രൊമോട്ടർമാർ വാങ്ങിയതായിട്ട് കാണുന്നത്. ഫോറിൻ ബ്രോക്കറേജ് ഫേമുകൾ ഇന്ത്യൻ IT സെക്ടറിനെ വളരെ അപ്ഗ്രേഡ് ചെയ്തതായിട്ട് കാണുന്നു. പ്രധാനമായിട്ടും 3 റിപ്പോർട്ടുകളാണ് വന്നിരുന്നത്. രണ്ട് മെക്വാരിയുടെ റിപ്പോർട്ട്. അതിൽ 2 കമ്പനികളും IT റിലേറ്റഡ് ആണ്. വിപ്രോ മെക്വാരി അതിനെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു. 416 മെക്വാരി പറഞ്ഞിരിക്കുന്ന ടാർഗറ്റ്. അതുപോലെ തന്നെ ഇൻഫോസിസിൻ്റെ മുകളിലും മെക്വാരിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. 1410 രൂപയാണ് ഇൻഫോസിസിന് മെക്വാരി കൊടുക്കുന്ന ടാർഗറ്റ്. ഇത് വളരെയേറെ വിസിബിലിറ്റി, അത് പ്രത്യേകിച്ചും ജർമ്മൻ കമ്പനിയായിട്ടുള്ള ബാൽമറുമായിട്ടുള്ള ഡീല് വരുന്ന വർഷങ്ങളിൽ ഏകദേശം 8 വർഷത്തോളം ആയുസുള്ള ഒരു ഡീലായിരിക്കും ഇതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഗ്രോത്ത് വിസിബിലിറ്റി, അവരുടെ ഏർണിംഗ് പൊട്ടൻഷ്യൽസ് ഒക്കെ കാണുന്നു. വരുന്ന ക്വാർട്ടറുകളിലും ഇതുപോലുള്ള പ്രൊജക്റ്റുകൾ ഇനിയും കമ്പനിക്ക് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇത് കണ്ടിട്ടാണ് കമ്പനിയെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത് മെക്വാരി. അതുപോലെ തന്നെ മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത് 2 കമ്പനികളെ സംബന്ധിച്ച്. ഒന്ന് BEL ആണ്, ഭാരത് ഇലക്ട്രിക്കൽസ്. ഇത് മോർഗൻ സ്റ്റാൻലി ഭാരത് ഇലക്ട്രിക്കൽസിന് 143 രൂപയാണ് ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇത് വരുന്ന വർഷങ്ങളിൽ ഡിഫൻസ് മാനുഫാക്ചറിങ്ങിലും ഡിഫൻസ് മേഖലയിലുള്ള കോൺട്രാക്റ്റുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇതുവഴി ഈ കമ്പനിക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റിനുള്ള സാധ്യത എന്നാണ്. അപ്പോൾ 143 രൂപയാണ് മോർഗൻ സ്റ്റാൻലി BELന് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ്. ഇനി നമുക്ക് IGLനെ സംബന്ധിച്ച് നോക്കാം. IGL ഇന്നലെയും ഞാൻ മാർക്കറ്റ് ഔട്ട്ലുക്കിലൂടെ പറഞ്ഞതാണ്. ഡൽഹിയിൽ അടുത്ത വർഷം മുതൽ അല്ലെങ്കിൽ ജനുവരി 31 മുമ്പായിട്ട് പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസിലൊക്കെ ഗ്യാസ് കൺവേർഷൻ മാറ്റണം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസിനൊക്കെ ഗ്യാസ് മാത്രമാണ് അവർക്ക് പവർ സപ്ലൈക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതെന്നുള്ളത്. മോർഗൻ സ്റ്റാൻലി ഇതിനെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത് 574 രൂപയാണ് ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനപ്പെട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ വർദ്ധിച്ചു വരുന്ന എനർജി സോഴ്സുകളുടെ ഉപയോഗം, ഡൈവേഴ്സിഫൈഡ് എനർജി യൂസേഴ്സിൻ്റെ ഉപയോഗം വരുന്ന വർഷങ്ങളിൽ ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഇത് കോൺസെൻട്രേറ്റ് ചെയ്ത് വളരുമെന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ബെനിഫിഷ്യറി IGL തന്നെയായിരിക്കും. അപ്പോൾ IGL വരുന്ന ദിവസങ്ങളിൽ നമുക്കും ആ ഒരു ഫണ്ടമെൻ്റലി നോക്കുകയാണെങ്കിൽ ഇതിനുള്ള വർധനവ് കാണാൻ പറ്റുകയാണെങ്കിൽ 574 മോർഗൻ സ്റ്റാൻലി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടാർഗറ്റ്. അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്, FIIസിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇന്ത്യൻ മണി ഏതുവരെ തുടരുമെന്നുള്ള ഒരു സർവേ ബ്ലൂംബെർഗ് ക്വിൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി. അപ്പം അവർ ഈ പറയുന്ന FIIസിൻ്റെ ഇടയ്ക്ക് നടത്തിയിരിക്കുന്ന ഒരു സർവേ ആണ്. അതിൽ ഏറ്റവും നല്ല അവരിഷ്ടപ്പെടുന്ന ഡെസ്റ്റിനേഷൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് സ്പോട്ട് ഏതാണ് എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ 5 സ്പോട്ടുകളിൽ ഇന്ത്യ വരുന്നു എന്നുള്ള സന്തോഷ വാർത്ത. ഇത് ഈ പറയുന്ന FII ബൈയിങ് ഫെബ്രുവരി വരെ വരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതിന് പറയുന്നത് 2-3 കാരണങ്ങളാണ് ഈ ഒരു ലേഖനത്തിൽ പറയുന്നത്. ഒന്ന്, ഡോളർ വീക്ക്നെസ്, ഇന്ത്യയിലെ കറൻസി ആയിട്ട് തട്ടി നോക്കുമ്പോൾ ഡോളർ വീക്ക്നെസ്. അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫെബ്രുവരിയിൽ വരുന്നു, അതിൽ ഒരുപാട് മെഷേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് സെക്ടറുകളിൽ ബൈയിങ് ഇൻട്രസ്റ്റ് വന്നേക്കാം. അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കുകൾ എല്ലാവരും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലുള്ള സെൻട്രൽ ബാങ്കുകളൊക്കെ ബോണ്ട് പർച്ചേസ് ചെയ്യുക വഴി ഇക്കോണമിയിലേക്ക് പണം ഇഞ്ചക്റ്റ് ചെയ്യുകയാണ്, ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇതുവഴി പ്രൊഡക്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ കൂടാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പം ഇതൊക്കെ കാണിക്കുന്നത് FII ഫ്ലോസ് ഫെബ്രുവരി വരെയെങ്കിലും ഈ ഒരു രീതിയിൽ കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളതാണ്. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ലേഖനമായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഇവിടെ മെൻഷൻ ചെയ്യാൻ കാരണം. അതുപോലെ തന്നെ പിരമാൾ എൻ്റർപ്രൈസസിൻ്റെ ഭാഗത്തു നിന്ന് വളരെ പോസിറ്റീവായിട്ടൊരു പ്രതികരണം വന്നിരിക്കുന്നു. DHFL ദിവാൻ ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡിനെ ഏറ്റെടുക്കാനുള്ള പ്രോസസ്സിൽ ഇവരാണ് ഏറ്റവും കൂടുതൽ മുന്നിലുള്ളതെന്നും ഏറ്റവും ചെറിയ കോൺട്രാക്റ്റ് വെച്ചിരിക്കുന്നത് ഇവരാണെന്നുള്ള ഒരു ആത്മവിശ്വാസം കമ്പനി പ്രകടിപ്പിച്ചിരിക്കുന്നു. DHFL ഏറ്റെടുക്കാനുള്ള പദ്ധതി വിജയിക്കും, ഇത് PEL തന്നെ ഏറ്റെടുക്കും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവന കമ്പനിയുടെ ഭാഗത്തുനിന്ന് വരികയുണ്ടായി. ഇത് ഈ കമ്പനിയിൽ വളരെ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് ജനിപ്പിച്ചു. ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ഫുഡ്വെയർ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചാണ്. ഫുഡ്വെയർ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട പ്ലെയറായിട്ടുള്ള മിർസ ഇൻ്റർനാഷണൽ, ബാറ്റ, ലിബർട്ടി എന്നിവരെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇവർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആത്മനിർഭർ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെരുപ്പ് നിർമ്മാണം അല്ലെങ്കിൽ ഫുഡ്വെയർ ഇൻഡസ്ട്രിയെ
പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇമ്പോർട്ട് ചപ്പലുകൾ കുറക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തമിഴ്നാട് ബേസ് ചെയ്തിട്ട് ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണ് തന്നെ, ഒരു പ്രത്യേക സാമ്പത്തിക മേഖല തന്നെ കൊടുത്തുകൊണ്ട് അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്ഷൻ സെൻറ്ററാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഫുട്വെയർ ഇൻഡസ്ട്രി പ്ലെയേഴ്സിനൊക്കെ തമിഴ്നാട് ബേസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ സെൻറ്ററുകൾ ആരംഭിക്കാമെന്നും ഇതിൽ വലിയ രീതിയിലുള്ള കോസ്റ്റ് കട്ടിംഗ് ഉണ്ടാകുമെന്നും പറയുന്നു. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കമ്പനികളിൽ ഇന്ന് മുതലേ നമ്മളൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടതാണ് മിർസ ഇൻ്റർനാഷണൽ, ബാറ്റ, ലിബർട്ടി ഷൂസ് പോലുള്ള കമ്പനികളിൽ. വളരെ ദിവസങ്ങളിലായിട്ട് IT ഇൻഡസ്ട്രി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പറഞ്ഞിരിക്കുന്ന 2 പ്രധാനപ്പെട്ട വാർത്ത IT ഭീമന്മാരായിട്ടുള്ള ഇൻഫോസിസ് അതുപോലെ തന്നെ വിപ്രോ ഇവർ ഏർപ്പെടുത്തിയിരിക്കുന്ന 2 കരാറിൽ ഊന്നിക്കൊണ്ടാണ്. ഇൻഫോസിസ് ജർമ്മൻ കമ്പനിയായിട്ടുള്ള ഡാൽമറുമായിട്ടാണ് പ്രധാനപ്പെട്ട ഒരു കോൺട്രാക്റ്റിൽ വന്നിരിക്കുന്നത്. ഏകദേശം $3.2 മില്യൺ കോൺട്രാക്റ്റാണെന്നാണ് പറയപ്പെടുന്നത്. അറബ് ഡോളറിൻ്റെ കോൺട്രാക്റ്റാണെന്ന്. 8 വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു കോൺട്രാക്റ്റായിട്ടാണ് ഇതിനെ പറയുന്നത്. വാല്യൂഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ക്ലൗഡ് മാനേജ്മെൻറ്റ്, ഡിജിറ്റൽ കോൺട്രാക്ട്സ്, അതുപോലെ തന്നെ ക്ലൗഡ് സർവീസ്, ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് കൺട്രോൾസ്, ഇങ്ങനെയുള്ള വളരെ IT ഇൻഫോർമേഷൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട പുതിയ നൂതന കോൺട്രാക്റ്റുകളാണ് വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. ഇത് കമ്പനിയെ സംബന്ധിച്ചിട്ട് ഈ വർഷം വരുന്ന 2ാമത്തെ ഏറ്റവും വലിയ കോൺട്രാക്റ്റായിട്ടാണ് പറയുന്നത്. ഇവർ നോർത്ത് അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള US ബേസ്ഡ് ആയിട്ടുള്ള മറ്റൊരു കമ്പനിയുമായിട്ടും ഓഗസ്റ്റിൽ ഇവർ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ വിപ്രോയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മെട്രോ AG എന്ന് പറയുന്ന സ്ഥാപനം, അതും ജർമ്മൻ കമ്പനി തന്നെയാണ്. അവരുമായിട്ട് ഏകദേശം 5 വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഇത് ഒരു 1 ബില്യൺ വരെയുള്ള എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺട്രാക്റ്റായിട്ടാണ് കമ്പനി പറയുന്നത്. മാത്രമല്ല 1300 ജോലിക്കാരടക്കം ഈ ഒരു മേഖലയിലേക്ക് തിരിയേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ 1300ഓളം വർക്കേഴ്സ് വിപ്രോയുടെ ഭാഗത്തു നിന്നും ഈ കമ്പനിയിലേക്ക് തന്നെ മാറ്റപ്പെടും എന്നുള്ള രീതിയിലുള്ള അത്രയും വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ആണെന്നാണ് നമുക്കിത് കാണുന്നത്. അപ്പോൾ ഈ 2 കോൺട്രാക്റ്റുകളുടെ ന്യൂസ് വന്നതിന് ശേഷം ഇന്ത്യൻ IT ഇൻഡെക്സിൽ ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം നിങ്ങൾക്ക് ശ്രദ്ധിച്ചതാണ്. അതുപോലെ തന്നെ മിഡ് ക്യാപ്പ് IT-കളിലും ഇപ്പോൾ ഇത് NIIT ആയാലും ശരി, ബൈബാക്കിൻ്റെ പേരിൽ ലൈം ലൈറ്റിലാണ്. റാംകോ സിസ്റ്റത്തിൽ വളരെ നല്ല കോൺട്രാക്റ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇന്നും റാംകോ സിസ്റ്റത്തിന് വളരെ കോൺട്രാക്റ്റുകൾ കിട്ടിയതായിട്ട് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത റിയൽ എസ്റ്റേറ്റ് രംഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മഹാരാഷ്ട്രൻ ഗവൺമെൻറ് വീണ്ടും റോഡ് കൺസ്ട്രക്ഷൻ പോലുള്ള, അതായത് പ്രൊജക്റ്റുകൾ, റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ നടക്കുന്നിടത്തേക്കുള്ള വലിയ ഫ്ലാറ്റുകളുടെ കൺസ്ട്രക്ഷൻ നടക്കുന്നിടത്തേക്കുള്ള റോഡ് പ്രൊജക്റ്റുകൾ ഇപ്പോൾ ഈ പറയുന്ന ബിൽഡേഴ്സിൻ്റെ ഒരു ബാധ്യതയായിരുന്നു. അതിൽ ഗവൺമെൻറ് ശക്തമായി ഇടപെടുമെന്നും അതിൽ വേണ്ടുന്ന കൺസെഷൻസ് അനുവദിക്കുമെന്നുള്ള വാർത്ത ഒരു മഹാരാഷ്ട്രയിൽ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ഇത് റിയൽ എസ്റ്റേറ്റ് പ്രത്യേകിച്ചും ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനികളിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ജനിപ്പിച്ചു. ശക്തമായി L&Tക്ക് വീണ്ടും 5000 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് കിട്ടിയതായിട്ട് L&T അറിയിച്ചിരിക്കുന്നു. L&T നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അറിയുന്നതാണ്. ഒരു ഓർഡർ ബുക്ക് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് അമേസിംഗ് ആയിട്ടുള്ള ഒരു ഓർഡർ ബുക്ക് തന്നെയാണ് L&Tക്കുള്ളത്. വളരെ നല്ല കോൺട്രാക്റ്റ് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് വരുന്ന ക്വാർട്ടറുകളിൽ L&Tയെ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതും അവരവരുടെ പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവരേണ്ടതുമായിട്ടുള്ളൊരു സ്റ്റോക്കായി മാറിയിരിക്കുന്നു L&T. അതുപോലെ തന്നെ വണ്ടർലയെ സംബന്ധിച്ചിട്ട് വണ്ടർല എക്സ്ചേഞ്ചിന് കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷനിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഡിസംബർ 24 മുതൽ ജനുവരി 3 വരെ അവരുടെ എല്ലാ പാർക്കുകളും തുറന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗോവ കാർബൺ, ഫിലിപ്പ് കാർബൺ എന്നീ കമ്പനികളുടെ അവരുടെ ഇമ്പോർട്ട് പ്രൊഡക്റ്റുകളുടെ മുകളിൽ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ഗവൺമെൻറ് ചുമത്തിയിരിക്കുന്നു. ഇത് വരും ദിവസങ്ങളിൽ ഈ കമ്പനികളെ സംബന്ധിച്ചിട്ട് വളരെയേറെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ വേദാന്തയെ സംബന്ധിച്ചിട്ട് അവരുടെ കെയ്ൻ എനർജി, സ്റ്റെർലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു IT മുന്നേ ഉള്ള ഒരു ഇൻകം ടാക്സ് കേസുകളിൽ അവർക്ക് റിലീഫ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. WPIL എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനേക്കാൾ കൂടുതലുള്ള ഒരു ഓർഡർ വന്നിരിക്കുന്നു ഇന്ന്. ഇനി ബിർള സോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനി 2-3 ദിവസമായിട്ട് വളരെയേറെ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. എന്താണ് ഇതിനുള്ള കാരണം എന്നുള്ളത് ഞാൻ ഇന്നലെ വളരെ ലൈറ്റായിട്ട് സൂചിപ്പിച്ചതാണ്. വലിയ രീതിയിലുള്ള ഫണ്ട്, ICICI Prudential പോലുള്ള വലിയ ഇൻഷുറൻസ് കമ്പനികൾ അല്ലെങ്കിൽ വലിയ മ്യൂച്വൽ ഫണ്ട് പ്ലാനേഴ്സ് ഇവർ വളരെ ശക്തമായിട്ട് ഈ കമ്പനിയിൽ ബൈ ചെയ്യുന്നു എന്നുള്ളതാണ്. മാനേജ്മെൻറ്റ് കമൻട്രി 2-3 കാര്യങ്ങളാണ് ഈ മാർക്കറ്റും ഈ ഒരു രീതിയിലുള്ള മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒന്ന്, വരാൻ പോകുന്ന Q3 റിസൾട്ട് തന്നെയാണ്.
വളരെ നല്ല റിസൾട്ടായിരിക്കും ഈ കമ്പനി അനൗൺസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് പൊതുവേ മാർക്കറ്റിലുള്ള ഒരു റൂമർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഗൈഡൻസും വളരെ പോസിറ്റീവായിട്ടാണ് മാർക്കറ്റ് ഗൈഡ് ചെയ്തിരിക്കുന്നത്. ഡിജിറ്റൽ കോൺട്രാക്ട് രംഗത്ത് എൻ്റർപ്രൈസ് സൊല്യൂഷൻസ്, കോർ ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട നൂതന IT സാങ്കേതിക വിദ്യ കോൺട്രാക്റ്റുകളിൽ കമ്പനി മികച്ച പ്രകടനം നടത്തുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈയിടെ അടുത്ത് US ബേസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ എക്യുപ്മെൻറ്റ് കമ്പനിയെ കൂടി ഡിജിറ്റലായി ട്രാൻസ്ഫോർമേഷൻ ചെയ്യാനുള്ള ഒരു കോൺട്രാക്റ്റ് കൂടി ഈ കമ്പനിക്ക് കിട്ടുകയുണ്ടായി. അതുപോലെ തന്നെ FY22 അതായത് അടുത്ത സാമ്പത്തിക വർഷത്തിലെ ഏകദേശം 17% സെയിൽസ് ഗ്രോത്താണ് ഈ കമ്പനി എക്സ്പെക്റ്റ് ചെയ്തെന്നുള്ളതാണ്. അതൊക്കെ കാരണം വെച്ചുകൊണ്ടാണ്. മാത്രമല്ല ഇപ്പോൾ കോവിഡ് പടർന്നു പിടിക്കുന്ന അല്ലെങ്കിൽ വളരെ നെഗറ്റീവായിട്ടുള്ള യൂറോ സോണിൽ ഏകദേശം 13% എക്സ്പോഷർ മാത്രമേ ഈ കമ്പനിക്ക് ഉള്ളൂ എന്നുള്ളതാണ്. മേജർ റവന്യൂ പാർട്ടും US നിന്നാണ്. 77%ഓളം റവന്യൂ വരുന്നത് ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് US നിന്നാണ്. വെറും 13.3% റവന്യൂ ഷെയറിംഗ് മാത്രമേ യൂറോ സോണിൽ നിന്നും ഈ കമ്പനിക്കുള്ളൂ എന്നുള്ളതാണ് ഈ കമ്പനിയെ മറ്റൊരു തരത്തിൽ അട്രാക്റ്റീവ്നെസ് ആയിട്ട് തോന്നുന്നത്. അവസാനമായിട്ട് വാർത്തകൾ ഇനിയും നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടെങ്കിലും സമയപരിധി പലപ്പോഴും എൻ്റെ വീഡിയോയിനുള്ള ഒരു പരാതി അതാണ്, സമയം നീണ്ടുപോകുന്നു എന്നുള്ളത്. പക്ഷേ ഞാൻ ചുരുക്കുകയാണ്, വളരെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ടാണ് സമയപരിധി നോക്കാതെ പറഞ്ഞു പോകുന്നത്. നിങ്ങൾ കേൾക്കുന്നവരെ തീർച്ചയായിട്ടും ഇത് ബെനിഫിറ്റ് ഉണ്ടാവുമെന്നുള്ളത് തന്നെയാണ്. അവസാനമായിട്ട് ഒന്ന് പറയാനുള്ളത് സ്റ്റീൽ കമ്പനികളെ സംബന്ധിച്ചാണ്. സ്റ്റീൽ കമ്പനികളുടെ CRC കോയിൽസ്, അതായത് വളരെ കോൾ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റീലിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റീലുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന റോളർ സ്റ്റീൽസിൻ്റെ പൈസ 2500 രൂപ പെർ ടണ്ണ് കൂട്ടിയിരിക്കുന്നു. ഇത് കൂടി നോക്കുകയാണെങ്കിൽ കമോഡിറ്റി മാർക്കറ്റിൽ ഏകദേശം ഒരു ടണ്ണിന് 70,000 രൂപയായിട്ടാണ് ഇത് ട്രേഡ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഇത് സ്റ്റീൽ കമ്പനികളെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇവരുടെ റവന്യൂവിൽ ഉണ്ടാകാൻ പോകുന്ന വർധനവ് വളരെ കൂടുതലാണ്. ഇത് വർദ്ധിച്ചു വരുന്ന കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ കൺസ്ട്രക്ഷൻ്റെയും ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന സ്റ്റീലിനുള്ള ഡിമാൻഡാണ് ഈ പൈസ വർധനവിന് കാരണമെന്നാണ് സ്റ്റീൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് വരുന്ന ദിവസങ്ങളിൽ ടാറ്റ സ്റ്റീൽ പോലുള്ള കമ്പനികളിൽ വളരെയേറെ പോസിറ്റീവായിട്ട് പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് നമ്മൾ മനസ്സിൽ വെക്കേണ്ടതാണ്. വരുന്ന ദിവസങ്ങളിൽ ഈ കമ്പനിയുടെ റിസൾട്ടുകൾ വരുന്നവരും ഇതൊക്കെ ഇതിൻ്റെ എഫക്റ്റുകളൊക്കെ ഈ പൈസ വർധനവിലൊക്കെ പ്രതിഫലിക്കുമെന്നുള്ളത്. ഇനി അവസാനമായി പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നമുക്കൊന്ന് നോക്കാം. ഞാൻ എൻ്റെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് സമറൈസ് ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട സ്റ്റോക്കുകൾ ഒന്ന് സിപ്ല തന്നെയാണ്. 760, 770 മുതൽ നമ്മൾ സിപ്ല പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിപ്ല അതിൻ്റെ ക്ലോസിംഗ് ആയിട്ടുള്ള 825 വന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നു 825 നാളെ വീണ്ടും ഒരു അപ്സൈഡിലേക്ക് പോവുകയാണെങ്കിൽ, മാർക്കറ്റിൽ വേറെ നെഗറ്റീവ്നെസ് ഒന്നും ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും സിപ്ല ഇവിടുന്നും ഒരു പോസിറ്റീവായിട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. 850 വരെയുള്ള ടാർഗറ്റ്, 840 to 850 വരെയുള്ള ടാർഗറ്റിൽ സിപ്ലയ്ക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള മൂവ് നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ 810 അതായത് 810 താഴെയാണ് സ്റ്റോപ്പ് ലോസ് നമ്മൾ വെക്കേണ്ടത്. 835 to 840. ഇനി വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എക്സ്ട്രീം സിറ്റുവേഷൻ 850 വരെ സിപ്ലയ്ക്കുള്ളൊരു പോസിറ്റീവ്. കാരണം സിപ്ലയുടെ പറ്റിയിട്ട് വളരെ കൃത്യമായിട്ടുള്ളൊരു ഡീറ്റെയിൽ റിസർച്ച് ഞാൻ പറഞ്ഞതാണ്. ഞാൻ ഒന്നുകൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ മാർക്കറ്റ് ഔട്ട്ലുക്കുകൾ ഡേറ്റ് ഇട്ടിട്ടാണ് വരുന്നതെങ്കിലും അതാത് ദിവസത്തേക്കുള്ളത് മാത്രമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസർച്ചുകൾ കൂടി ഉൾപ്പെട്ടതാണ് ഓരോ മാർക്കറ്റ് റിസർച്ചും. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഓരോ മാർക്കറ്റ് ഔട്ട്ലുക്കും നോക്കുക. അതിൽ ഓരോ റിസർച്ചുകൾ ഇതുപോലെയുണ്ട്. അത് വരുന്ന ദിവസങ്ങളിലോ അല്ലെങ്കിൽ വരുന്ന സമയങ്ങളിലോ ആയിരിക്കും മാർക്കറ്റിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻസ് ഉണ്ടാവുക. അപ്പം സെക്ടറുകളെക്കുറിച്ചും കമ്പനികളെക്കുറിച്ചും അറിയാനും ഇത് ഓരോ മാർക്കറ്റ് ഔട്ട്ലുക്കിൻ്റെ വീഡിയോസും വീണ്ടും കാണുന്നത് നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്വിംഗ് ട്രേഡിനെ സംബന്ധിച്ചോ ഡെലിവറി ട്രേഡിനെ സംബന്ധിച്ചോ സ്റ്റോക്കുകളെ സംബന്ധിച്ചോ ഉള്ള ഐഡിയകൾ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ L&T ഇൻഫോടെക് 2400, 2500 നിലവാരത്തിൽ മാർക്കറ്റ് ഔട്ട്ലുക്ക് കേൾക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. 2400, 500 ലെവലുകളിൽ L&T ഇൻഫോടെക്കിനെ കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്തതാണ്. ഇപ്പോൾ അത് ഏകദേശം 3600 ലെവലിലേക്ക് വന്നിരിക്കുന്നു. ഇവിടുന്ന് വളരെ പോസിറ്റീവായിട്ട് വീണ്ടും L&T ഇൻഫോടെക് കാണുന്നു. എനിക്ക് തോന്നുന്നു L&T ഇൻഫോടെക്കിലൊരു സ്വിംഗ് ട്രേഡ് എടുക്കുകയാണെങ്കിൽ 3750 to 3800 സുഖമായിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള അപ്സൈഡ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ 3500 താഴെ സ്റ്റോപ്പ് ലോസ് കണ്ടു കഴിഞ്ഞാൽ അത് വീക്കാവാനുള്ള ചാൻസ് അവിടെ കാണുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസിൽ നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടൊരു സ്റ്റോക്ക് ശ്രീറാം ട്രാൻസ്പോർട്ടേഴ്സാണ്. അതുപോലെ തന്നെ അതിൽ നമ്മൾ നോക്കുന്നത് വളരെ നല്ല രീതിയിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ബിൽഡപ്പ് വരുന്നു. പോസിറ്റീവ് മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വരികയാണെങ്കിൽ ഷോർട്ട് കവറിംഗ് റാലി വളരെ പ്രത്യേകിച്ച് കാണാം. 970, 71, 80 റേഞ്ചിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യപ്പെടുന്നത്. എനിക്കൊന്ന് സുഖമായിട്ട് 1000, 1020 വരെയുള്ള ടാർഗറ്റ് ശ്രീറാം ട്രാൻസ്പോർട്ടിൽ ഓപ്പണാണ്. അതുതന്നെ 947, 45 താഴെയാണ് ശ്രീറാം ട്രാൻസ്പോർട്ടിലൊരു വീക്ക്നെസ് ഫീൽ ചെയ്യുന്നത്. അപ്പം ഇത്രയും സ്റ്റോക്കുകൾ ഞാൻ എൻ്റെ ഒരു ഫിൽറ്റേഴ്സ് വെച്ച് ഞാൻ ഉപയോഗിക്കുന്ന ക്രൈറ്റീരിയ വെച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടതാണ്.
അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ട്രേഡിംഗ് ഐഡിയാസും കാര്യങ്ങളും ഉണ്ടാവും. അത് വെച്ച് ഫിൽട്ടർ ചെയ്തതിന് ശേഷം മാത്രം വിശദമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കുക. ഒരിക്കലും ഇതൊരു റെക്കമെൻഡേഷനായിട്ട് കാണേണ്ടതില്ല. അപ്പം നാളെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് എക്സ്പയറി, അതുപോലെ തന്നെ വലിയൊരു അവധി ദിവസം വരുന്നു. വെള്ളി, ശനി, ഞായർ 3 ദിവസത്തെ അവധിക്കാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓവർനൈറ്റ് പൊസിഷൻസ്, എൻ്റെ ഒരു സജഷൻ, ഓവർനൈറ്റ് പൊസിഷൻസ് ക്യാരി ചെയ്യാതിരിക്കുക. 3 ദിവസത്തെ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊസിഷൻസ് ലൈറ്റ് ചെയ്യുക. ഇനി പൊസിഷൻസ് ക്യാരി ചെയ്യുന്നവർക്ക് കൃത്യമായിട്ടുള്ള റിസ്ക് പ്രൊഫൈലുള്ളവർ മാത്രം ക്യാരി ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ട് പോർട്ട്ഫോളിയോയിലുള്ള എല്ലാ സ്റ്റോക്കുകളും വിൽക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അവനവന് ട്രേഡിങ്ങിനായിട്ടുള്ള പൊസിഷൻസ് ഒന്നും ക്യാരി ചെയ്യാതിരിക്കുക. തിങ്കളാഴ്ച മാർക്കറ്റ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇൻ്റർനാഷണൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ നമുക്ക് വിശ്വസനീയമാണോ എന്ന് പറയാൻ പറ്റില്ല. എന്നാലും 900-ന് മരണങ്ങളൊക്കെയാണ് ജർമ്മനിയിൽ ഒരു ദിവസത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ എഫക്റ്റ് എത്രമാത്രം വരുമെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇന്നത്തെ US മാർക്കറ്റിൻ്റെ ക്ലോസിങ്, നാളത്തെ ഓപ്പണിംഗ്, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻജോയ് യുവർ ഹോളിഡേയ്സ്, എൻജോയ് യുവർ ക്രിസ്മസ് ഈവ് എന്നുള്ള രീതിയിൽ പൊസിഷൻസ് ലൈറ്റ് ചെയ്തിട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു സജഷൻ. അതുപോലെ തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവുകളാണെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഷോർട്ട് കവറിംഗ് റാലി വരികയാണെങ്കിൽ 13,630 മുകളിൽ ഷോർട്ട് കവറിംഗ് റാലി വരികയാണെങ്കിൽ NBFC സ്റ്റോക്കുകൾ ഷോർട്ട് കവറിംഗ് റാലിക്കുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ 680 to 700 തന്നെയാണ് നമ്മൾ ആദ്യം ഉറ്റുനോക്കുന്ന കാഴ്ച, അല്ലെങ്കിൽ ടാർഗറ്റ് എന്ന് പറയുന്നത് 13,700 തന്നെയാണ് നിഫ്റ്റിയിൽ നമുക്ക് കാണേണ്ടത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരു ക്ലോസിംഗ് തന്നെയാണ്. 13,600-ന് മുകളിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇനി ഇവിടുന്ന് വരികയാണെങ്കിൽ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് 700 വരെ. അതേസമയം 13,500, 13,450 നമുക്ക് വളരെ ശക്തമായിട്ടുള്ള ക്ലോസിംഗ് കിട്ടും, അല്ലെങ്കിൽ സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അൺലെസ് യൂറോപ്പിൽ നിന്നോ US നിന്നോ വളരെ ഷാർപ്പായിട്ടുള്ള പല നെഗറ്റീവ് ന്യൂസുകളും വന്നില്ല എങ്കിൽ. അപ്പം ക്ഷമിക്കുക, ഏകദേശം 30 മിനിറ്റോളം ഞാൻ എടുത്തിരിക്കുകയാണ്. ഐ ട്രൈ ടു ഫിൽ മൈ മാക്സിമം ഇൻഫർമേഷൻ ഇൻ ദിസ് വീഡിയോ. അപ്പം നിങ്ങൾക്ക് ആ ഒരു മാക്സിമം ഇൻഫർമേഷൻ തരിക എന്നുള്ളതാണ് ഉദ്ദേശം ചാനലിൻ്റെതും. അപ്പോൾ അത് കിട്ടൂ എന്ന് വിചാരിക്കുന്നു. ലെങ്തി ആയപ്പോയതിൽ വീണ്ടും ഇനി കമൻറ്റുകൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്നോടൊപ്പം സ്പെൻഡ് ചെയ്യുന്ന 30 മിനിറ്റ് ആണെങ്കിൽ ആ 30 മിനിറ്റ് മാക്സിമം ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുക, മാർക്കറ്റിനെ നേരിടാൻ നിങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ കേൾക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ധാരണ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഇൻ അഡ്വാൻസ് മേരി ക്രിസ്മസ് ആൻഡ് ഹാവ് വെരി ഹാപ്പി ന്യൂ ഇയർ. നാളെ മാർക്കറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തിങ്കളാഴ്ച മാത്രമേ ഉള്ളൂ. മാർക്കറ്റ് ഔട്ട്ലുക്ക് നാളെ സമ്മറി നമുക്ക് നോക്കാം, അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻ ബിറ്റ്വീൻ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. സന്തോഷം. സൈനിങ് ഓഫ്, സുശാന്ത്.